നമസ്കാരം. 2020 NDA പ്രവേശനം ഒരുപാട് ആളുകളെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. ആരെയൊക്കെയാണ് അങ്കലാപ്പിലാക്കിയിട്ടുള്ളത് എന്ന് എണ്ണുക തന്നെ പ്രയാസമാണെന്നുള്ള മട്ടിലാണ് കേരള രാഷ്ട്രീയം പോകുന്നത്. പക്ഷേ പ്രധാനമായും 2020 NDAയിലേക്കുള്ള പ്രവേശനം അങ്കലാപ്പിലാക്കിയിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണെന്ന് പറയാതെ വയ്യ. കാരണമുണ്ട്. 2020 എന്ന പാർട്ടി ശ്രീ സാബു ജേക്കബ് സ്ഥാപിച്ച 2020 എന്നുള്ള പാർട്ടി കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ ഭരണം പിടിക്കുന്നത് കോൺഗ്രസിനെ എതിർത്തുകൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി പിൽക്കാലത്ത് സാബുവിനുണ്ടായ യുദ്ധങ്ങൾക്ക്, ടെക് സാബു എന്നറിയപ്പെടുന്ന സാബു ജേക്കബിനുണ്ടായ യുദ്ധങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ കോൺഗ്രസ് ആയിരുന്നു അവരുടെ പ്രധാന എതിരാളി. അപ്പോൾ കിഴക്കമ്പലം എന്നുള്ള പഞ്ചായത്തിൻ്റെ ഭരണം പിടിക്കുകയും ആ ഭരണ സംവിധാനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത് ഒരു വിജയമാണ് തങ്ങളെന്നുള്ള രീതിയിൽ, അതായത് കിഴക്കമ്പലംകാരുടെ തിരഞ്ഞെടുപ്പ് തെറ്റിയിട്ടില്ല എന്നുള്ളൊരു സന്ദേശം ജനങ്ങൾക്ക് നൽകുവാൻ 2020 എന്ന പാർട്ടിക്ക് ആയിട്ടുണ്ടെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും SDPIയും എല്ലാവരും ഒന്നു ചേർന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്തുണച്ച് ചില പഞ്ചായത്തുകളുടെ ഭരണം നേരത്തെ പിടിച്ചിരുന്ന 2020 കയ്യിൽ നിന്ന് ആ ഭരണങ്ങൾ നഷ്ടപ്പെടുത്തുകയും എന്നാൽ കിഴക്കമ്പലത്ത് തന്നെ വോട്ടുകൾ കുറയ്ക്കുകയും ചെയ്തെങ്കിലും 2020 അവിടുത്തെ ഭരണം നിലനിർത്തി. എന്നാൽ അവർക്കെതിരെ ഇത്തരം ശക്തികൾ ഒന്നിച്ചതിൽ നിന്ന് തന്നെ 2020 ഒരു രാഷ്ട്രീയ ശക്തിയായി വളർന്നു കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അനുമാനിക്കാം. 2020 ഒറ്റയ്ക്ക് നിന്നിരുന്ന സമയത്ത്, അതായത് ഒരു രാഷ്ട്രീയ പാർട്ടികളുമായിട്ടോ അല്ലെങ്കിൽ ഒരു LDFുമായിട്ടോ UDFുമായിട്ടോ മറ്റൊരു മുന്നണിയുമായിട്ടോ കൂട്ടുകക്ഷിയില്ലാതെ ഒറ്റ പാർട്ടിയായി നിന്നിരുന്നപ്പോൾ, ഒറ്റ കക്ഷിയായി നിന്നിരുന്നപ്പോൾ എറണാകുളത്ത് പ്രത്യേകിച്ച് കിഴക്കമ്പലത്തിനും ചുറ്റളവിലുകളിലും മാത്രമാണ് അവരുടെ സ്വാധീനം എന്നുള്ള രീതിയിൽ അവരെ രാഷ്ട്രീയ നിരീക്ഷകർ കണ്ടിരുന്നു. എന്നാൽ NDA പോലെ ശക്തമായൊരു മുന്നണിയുമായി അവർ കൂടിച്ചേരുമ്പോൾ, അല്ലെങ്കിൽ NDA പോലുള്ളൊരു ശക്തമായ മുന്നണിയിലേക്ക് അവർ വരുമ്പോൾ രാഷ്ട്രീയ സമീകരണങ്ങൾ മാറിമറിയുകയാണ്. അതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അങ്കലാപ്പിന് കാരണം. കോൺഗ്രസ്സിന് അങ്കലാപ്പ് ഏറ്റവും അധികമുണ്ടാകുന്നതിൻ്റെ കാരണം 2020 പ്രധാന വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്, സമ്മതിച്ചാലും അല്ലെങ്കിൽ നിഷേധിച്ചാലും ശരി, ഒരു ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് 2020 ഒരു ക്രിസ്ത്യാനി പാർട്ടി എന്ന് തന്നെ 2020 പറയുന്ന ചിലരുണ്ട്. എന്നാൽ അതിനൊപ്പം തന്നെ യുവജനങ്ങളുടെ ഒരു വോട്ട് ബാങ്ക് അല്ലെങ്കിൽ യുവജനങ്ങളുടെ ഒരു പ്രതീക്ഷ 2020 മുകളിലുണ്ട്. കാരണം ഒരു വ്യവസായിയാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഴിമതി നടത്തേണ്ട കാര്യം അദ്ദേഹത്തിനില്ല എന്നുള്ളൊരു ധാരണ, അത് സത്യമാണെന്ന് കിഴക്കമ്പലത്തിൻ്റെ ഭരണം തെളിയിച്ചു. അതിലുള്ള മുന്നുദാഹരണങ്ങൾ അങ്ങനെ തെളിയിക്കുമ്പോൾ യുവജനങ്ങളുടെ ഒരു പ്രതീക്ഷ കുറേയൊക്കെ 2020 അർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധം. അതുകൊണ്ട് ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് യുവജനങ്ങളുടെ ഒരു വോട്ട് ബാങ്ക്, നിഷ്പക്ഷരായ യുവജനങ്ങളുടെ വോട്ട് ബാങ്ക്, അതായത് ഇനിയുള്ള കാലത്ത് തൊഴിൽ ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി നേടി ഈ സംസ്ഥാനത്ത് തന്നെ, ജനിച്ചു വളർന്ന സംസ്ഥാനത്ത് തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന യുവാക്കളുടെ ഒരു വലിയ പ്രതീക്ഷകൾ 2020 പോലുള്ള പാർട്ടികളുടെ മേലുണ്ട്. അതുകൊണ്ട് തന്നെ 2020 NDA മുന്നണിയിലേക്ക് വരുമ്പോൾ ഈ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൻ്റെയും യുവാക്കളുടെ വോട്ട് ബാങ്കിൻ്റെയും നല്ലൊരു ശതമാനം അവർക്കൊപ്പം വന്നേക്കാം എന്നുള്ള കണക്കുകൂട്ടലാണ് കോൺഗ്രസിനെയും ഒപ്പം കമ്മ്യൂണിസ്റ്റുകാരെയും അങ്കലാപ്പിലാക്കുന്നത്. കോൺഗ്രസിൻ്റെ അങ്കലാപ്പ് ഒരല്പം കൂടുതലാണ്. കാരണം 2020 പ്രധാന വോട്ട് ബാങ്ക് എന്ന് ഞാൻ പറഞ്ഞ ക്രിസ്ത്യൻ വോട്ടുകളാണെങ്കിലും യുവാക്കളുടെ വോട്ട് ബാങ്കുകളാണെങ്കിലും അതിൽ മറ്റൊരു ഘടകം കൂടിയുണ്ട്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ടുള്ള വോട്ടുകളാണ് 2020 പിടിച്ചുകൊണ്ടിരുന്നത്. അതായത് കോൺഗ്രസ്സിന് പരമ്പരാഗതമായി കോൺഗ്രസ്സിന് പോകേണ്ടത്, കമ്മ്യൂണിസ്റ്റിനോടെതിരുള്ളവരെന്ത് ചെയ്യും? കോൺഗ്രസ്സിന് കുത്തിക്കൊണ്ടിരുന്നത്. അതാണ് ഏറെക്കാലങ്ങളായി, പതിറ്റാണ്ടുകളായി കേരളത്തിൽ അനുവർത്തിച്ച് വരപ്പെട്ടിട്ടുള്ള ഒരു സമ്മതിദാന രീതി. അതിനൊരു മാറ്റം കൊണ്ടുവന്നത് 2020 ആണ്. ആ 2020 ഒറ്റ രാഷ്ട്രീയ കക്ഷിയായി, കിഴക്കമ്പലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയായി നിലനിന്നിരുന്നപ്പോൾ അവരുടെ ഒരു ഭീഷണി കിഴക്കമ്പലത്തിൽ മാത്രമായി ഒതുക്കി നിർത്തുവാൻ LDFനും UDFനും ഒരുപോലെ കഴിഞ്ഞിരുന്നു. ഒപ്പം ഒരല്പം കടന്നു തന്നെ കോൺഗ്രസ്സിന് അവരിലേക്ക് എത്തേണ്ട വോട്ടുകളുടെ നല്ലൊരു ശതമാനം അവരിലേക്ക് തന്നെ എത്തിക്കുവാനും സാധിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പുകളിൽ എറണാകുളത്ത് പലയിടങ്ങളിലും 2020 മത്സരിച്ചെങ്കിലും ഒറ്റ രാഷ്ട്രീയ കക്ഷിയായി മത്സരിച്ചതുകൊണ്ട് തന്നെ വലിയൊരു നേട്ടം അവർക്കുണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല. ഒപ്പം തന്നെ കിഴക്കമ്പലത്തും അതിന് ചുറ്റുള്ള പഞ്ചായത്തുകളിലും മറ്റ് രാഷ്ട്രീയ കക്ഷികളെല്ലാം അവർക്കെതിരെ ഒന്നിച്ചതുകൊണ്ട് അവരുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാവുന്ന തരത്തിൽ ചില നഷ്ടങ്ങൾ അവർക്ക് സംഭവിക്കുകയും ചെയ്തു.
അത്തരം കാരണങ്ങൾ കൊണ്ടുകൂടി തന്നെയാണ് 2020 ഇപ്പോൾ NDA പോലൊരു ശക്തമായ മുന്നണിയിലേക്ക് ലയിക്കുവാൻ, അല്ലെങ്കിൽ മുന്നണിയിൽ ചേരുവാൻ, ലയിക്കുകയല്ല, മുന്നണിയോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക്, യുവജനങ്ങളുടെ വോട്ട് ബാങ്ക്, ഇവയെല്ലാം കോൺഗ്രസ്സിന് പരമ്പരാഗതമായിട്ടോ അല്ലെങ്കിൽ 2020 ഒരു തിരഞ്ഞെടുപ്പ് കളത്തിലില്ലെങ്കിൽ കോൺഗ്രസ്സിന് ചെന്ന് ചേരേണ്ട വോട്ടുകളാണ്. അവ നഷ്ടപ്പെടുമെന്നുള്ള ഭീതി കോൺഗ്രസ്സിനുണ്ട്. എന്നാൽ LDF സന്തോഷത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം BJPയുടെ വളർച്ച എന്നും ശരിയാണ്, കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളൊരു ലക്ഷ്യം BJPക്കുണ്ട് എന്നുള്ളത് നിലനിൽക്കെ തന്നെ ആഭ്യന്തരമായി BJPയുടെ ഏറ്റവും വലിയ ശത്രു കമ്മ്യൂണിസ്റ്റുകാരാണ്. BJPയുടെ വളർച്ച, BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയുടെ വളർച്ച ആത്യന്തികമായി പരാജയപ്പെടുത്തുവാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെയാണ്. അതിൻ്റെ അങ്കലാപ്പ് അവർക്കുമുണ്ട്. അത്തരത്തിലുള്ള ഒരു അങ്കലാപ്പുകളുടെ ഒരു സമ്മേളനമാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയും ഒക്കെ ഈ UDF ആകട്ടെ LDF ആകട്ടെ നേതാക്കൾ ഇത് സംബന്ധിച്ച് നടത്തുന്ന പ്രതികരണങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പലരും നേരിട്ട് തന്നെ പ്രതികരണം നടത്തുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും കാര്യമില്ല, 2020 എന്താണ് എന്നുള്ള തരത്തിലുള്ള ഇതിനൊരു നിസ്സാരവൽക്കരിക്കുന്ന, ഇത്തരത്തിലുള്ള 2020യുടെ NDA പ്രവേശനം നിസ്സാരവൽക്കരിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തി അവരതങ്ങ് ഇതൊന്നും കാര്യമാക്കാനില്ല എന്നുള്ള തരത്തിൽ മുന്നോട്ട് പോകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് തൽക്കാലത്തേക്ക്. എന്നാൽ കോൺഗ്രസ്സുകാർ, അവരുടെ നേതാക്കളാരും നേരിട്ട് പ്രതികരിക്കുന്നില്ല. അവരുപയോഗിക്കുന്നത് അവരുടെ പിണിയാളുകളായ മാധ്യമങ്ങളെയാണ്. ആ മാധ്യമങ്ങൾ ഈ 2020യുടെ NDA പ്രവേശനം ഒരു വലിയ വാർത്തയായി കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ വരികൾക്കിടയിൽ ചില കുരുക്കുകൾ ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ട്. അതായത് ക്രിസ്ത്യാനികളുടെ വോട്ട് പോകും, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഇത് ഞാൻ വിശദീകരിച്ചതൊരു കണക്കുകൾ അല്ലെങ്കിൽ ഒരു വസ്തുതകൾ വിശദീകരിച്ചതുപോലെയാണെങ്കിൽ അവർ പറയുന്നത് ക്രിസ്ത്യാനികളുടെ വോട്ട് ബാങ്കാണ് പോകാൻ പോകുന്നത് കേട്ടോ എന്നുള്ള രീതിയിൽ. അതായത് അപ്പുറത്ത് നിൽക്കുന്ന മറ്റൊരു ന്യൂനപക്ഷം ഇതിനെതിരെ സംഘടിപ്പിക്കുവാനുള്ള അല്ലെങ്കിൽ സംഘടിക്കുവാനുള്ള ഒരു സൂചന അതിൻ്റെ ഇടയിൽ അങ്ങ് വെച്ചു കൊടുക്കും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട്. പക്ഷേ അതൊന്നും ഫലപ്രദമാകുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതിൽ മാത്രമായിട്ട് അവരുടെ ഇത് ഒരു എതിർപ്പുകൾ അല്ലെങ്കിൽ ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഒതുങ്ങുന്നു എന്നുള്ളത്. ഇത്തരത്തിലുള്ള വരികൾക്കിടയിൽ ഒളിപ്പിച്ച കുരുക്കുകളിലോ അല്ലെങ്കിൽ വിഷസൂചികളിലോ അവരുടെ പ്രവർത്തനങ്ങൾ ഒതുങ്ങുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയം ഒരു 3 മുന പോരായി, അതായത് LDF UDF എന്നുള്ളതിൽ നിന്നും മാറി BJP കുറച്ചധികം കാലമായി തന്നെ ഒരു പ്രകടമായ ശക്തിയായി കേരള രാഷ്ട്രീയത്തിൽ വളർന്നു വരുന്നുണ്ട്. പക്ഷേ 2020 പോലുള്ള രാഷ്ട്രീയ കക്ഷികൾ NDAയിലേക്ക് വരുന്നതിന് കൊണ്ടുണ്ടാകുന്ന സൂചനകൾ അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പോരാട്ടം, ഏറ്റവും അടുത്ത് വരുന്ന 2026 നിയമസഭാ പോരാട്ടം ഒരു 3 മുന തിരഞ്ഞെടുപ്പ് പോർക്കളമായി മാറുവാനുള്ള 3 മുനകൾ പരസ്പരം ഏറ്റുമുട്ടുന്ന LDF UDF NDA തുല്യശക്തികളായിട്ടാണോ ഇവർ ഏറ്റുമുട്ടാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ സത്യസന്ധമായി പറയുകയാണെങ്കിൽ അല്ല. ഇതിൽ ഏറ്റവും ദുർബലമായ മുന്നണി ഇപ്പോഴും കേരളത്തിലെ NDA തന്നെയാണ്. പക്ഷേ അവരുടെ ശക്തി അനുദിനം വളർന്നുകൊണ്ട് വരികയാണ്. ഒപ്പം തന്നെ മറ്റ് മുന്നണികളിലുണ്ടാകുന്ന വളരെ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അതേപടി പലയിടത്തും നിലനിൽക്കുന്നതുമുണ്ട് എന്നുള്ളത് NDAയ്ക്കൊരു ഗുണകരമായ ഘടകമായും ഭവിച്ചേക്കാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. നമസ്കാരം.